കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്നും വെല്ലുവിളികളുടെയും അട്ടിമറികളുടെയും കളിമണ്ണാണ്. എന്നാൽ ആ കളിമണ്ണിൽ അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൊണ്ട് തൻ്റെ പേര് വെട്ടിയുറപ്പിച്ച ഒരു പടനായകന്റെ ഉദയമാണ് നാം ഇന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കഥയാണ്. ഒരു മുന്നണി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ആ നേരത്ത് ആത്മവിശ്വാസം ചോർന്നുപോയ അണികളെ ഇനി അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന അണികളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. 100 സീറ്റുകൾ നേടിയില്ലെങ്കിൽ താൻ സജീവ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും എന്നേക്കുമായി ഉപേക്ഷിക്കുമെന്നും വനവാസത്തിന് പോകുമെന്നുള്ള ആ വാക്കുകൾ വെറുമൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ മുൻകൂട്ടി കണ്ട ഒരു പ്രവാചകന്റെ വാക്കുകൾ കൂടിയായിരുന്നു അതെന്നുകൂടി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ 102 എന്ന മാന്ത്രിക സംഖ്യയിൽ UDF ചെന്നുന്നത് വെറുമൊരു യാദർച്ഛികതയല്ല. അത് കഴിഞ്ഞ 5 വർഷം സതീശൻ എന്ന മനുഷ്യൻ കേരളത്തിൻ്റെ മണ്ണിൽ ഓരോ തരിമണലിലും പണിയെടുത്തതിൻ്റെയും തൻ്റെ അണികളെ വിശ്വസ്തയോടെ നയിച്ചതിൻ്റെയും സത്ഫലം കൂടിയായിരുന്നു. പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരി പടുത്തുയർത്തിയ ഇരുമ്പ് കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുമ്പോൾ ആ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ സതീശൻ തിരഞ്ഞെടുത്തത് വെറും വാഗ്ദാനങ്ങളുടെ വഴിയല്ലായിരുന്നു, മറിച്ച് കഠിനമായ പഠനത്തിൻ്റെയും അങ്ങേയറ്റം സൂക്ഷ്മമായ ആസൂത്രണത്തിൻ്റെയും പാത കൂടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള 10 ദിവസങ്ങൾ കേരളം ശ്വാസമടക്കി പിടിച്ചാണ് നോക്കി നിന്നത്. മുഖ്യമന്ത്രി പദത്തിനായി നടന്ന ആ ത്രില്ലർ പോരാട്ടം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്നായി രേഖപ്പെടുത്തുകയും ചെയ്തു. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒരേപോലെ അവകാശവാദം ഉന്നയിച്ചപ്പോൾ അധികാരം ആരുടെ കൈകളിലെത്തുമെന്ന കാര്യത്തിൽ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്തു. ഡൽഹിയിലെ ഹൈക്കമാൻഡ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്തകൾ ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ നേതാവിനും പിന്നിൽ അണിനിരന്ന പ്രവർത്തകർ തെരുവുകളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയും പ്രകടനങ്ങൾ നടത്തിയും വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയും തങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. MLA-മാരുടെ കേവല പിന്തുണയിൽ വേണുഗോപാൽ മുന്നിട്ട് നിന്നിട്ടും കേരളത്തിൻ്റെ മണ്ണിലെ പൊതുവികാരവും ഘടകകക്ഷികളുടെ ഉറച്ച നിലപാടും സതീശന് തുണയായി മാറി. മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ സതീശന് വേണ്ടി വാദിച്ചത് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ചെലുത്തിയ സ്വാധീനം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കുമെല്ലാം അപ്പുറം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരെയാണോ അവരെ തന്നെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ഒടുവിൽ നിർബന്ധിതരാവുകയായിരുന്നു. എല്ലാ രാഷ്ട്രീയ സസ്പെൻസുകൾക്കും വിരാമം വിട്ടുകൊണ്ട് സതീശൻ അധികാരത്തിൻ്റെ ചെങ്കോൽ കൈവേന്തുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ യാഥാർത്ഥ്യവും അതുപോലെ അനിവാര്യവുമായ വിജയവുമായി മാറുകയാണ്. സതീശൻ്റെ രാഷ്ട്രീയ വളർച്ച എന്നുള്ളത് പടിപടിയായുള്ളതും അതുപോലെ അധ്വാനപൂർണ്ണമായ ഒന്നുകൂടിയായിരുന്നു. എറണാകുളത്തെ നെട്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന അദ്ദേഹം KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും സഞ്ചരിച്ച അതുപോലെ തന്നെ NSCIയുടെ ദേശീയ സെക്രട്ടറി പദം വരെ എത്തുകയും ചെയ്തു. പരവൂരിൻ്റെ മണ്ണിൽ നിന്നും തുടർച്ചയായി 6ാം തവണയും നിയമസഭയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് കേവലം ഒരു MLA-യുടെ റോൾ ആയിരുന്നില്ല, മറിച്ച് ചരിത്രപരമായ ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയായിരുന്നു. 2021 കനത്ത പരാജയത്തിന് ശേഷം ആകെ തളർന്നുപോയ കോൺഗ്രസ് അണികളെ ഒരുമിപ്പിക്കുക എന്നത് ഹിമാലയൻ വെല്ലുവിളി കൂടിയായിരുന്നു. എന്നാൽ ആ വെല്ലുവിളിയെ അദ്ദേഹം ഒരു വജ്രായുധമാക്കി മാറ്റുകയായിരുന്നു. ഒന്ന് ആലോചിക്കണം, 2021 എന്ന് പറയുമ്പോൾ അവിടെ CPM വലിയ വിജയം നേടി നിൽക്കുന്ന സാഹചര്യം, കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സാഹചര്യം, ഇനി അങ്ങോട്ട് കോൺഗ്രസിനൊരു പ്രസ്ഥാനമേ ഇല്ല എന്നും അതുപോലെ അണികളും അതുപോലെ ചില നേതാക്കളും അടക്കം BJP-യിലേക്ക് ചേക്കേറുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ എന്ന നേതാവ് ഒരു വെല്ലുവിളിയായി പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പുത്തൻ പരീക്ഷണത്തിലൂടെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ അദ്ദേഹം പാർട്ടിയോട് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും സതീശൻ്റെ വാക്കുകളിലെ അർത്ഥവും സത്യസന്ധതയും തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരിലും നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ സതീശൻ എന്ന സംഘാടകന്റെ കരുത്തു തെളിയിച്ച അഗ്നിപരീക്ഷകൾ കൂടിയായിരുന്നു. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം നേരിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഓരോ പ്രവർത്തകന്റെയും തൻ്റെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധം അവനോട് ഹൃദയബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. സതീശൻ എന്ന രാഷ്ട്രീയക്കാരനെ വേറിട്ട് നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ അടിയുറച്ച നിലപാടുകൾ കൂടിയാണ്. പലപ്പോഴും പ്രമുഖ സമുദായ നേതാക്കൾക്ക് മുന്നിൽ രാഷ്ട്രീയക്കാർ മുട്ടുടയ്ക്കുന്ന അല്ലെങ്കിൽ മുട്ടിടിക്കുന്ന മുട്ടിലെഴുതുന്ന ദയനീയ കാഴ്ചയാണ് കേരളം കണ്ടിട്ടുള്ളത്. എന്നാൽ സതീശൻ അവിടെയും തികച്ചും വ്യത്യസ്തനായി മാറി. തൻ്റെ മതേതര നിലപാടുകളിൽ ലവലേശം വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായതേയില്ല. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള പ്രമുഖരുടെ നിശിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും തൻ്റെ ശരികളിൽ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ഉറച്ചു തന്നെ നിന്നു. പരിസ്ഥിതി രാഷ്ട്രീയത്തിന് വേണ്ടി നട്ടെല്ലുറപ്പോടെ നിലകൊള്ളുന്ന അദ്ദേഹം വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ ചതിക്കുന്നതിനെതിരെ ശക്തമായി സംസാരിച്ചു. നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തിയ ഓരോ ചോദ്യവും
വായനയുടെയും വസ്തുതകളുടെയും കൃത്യമായ കണക്കുകളുടെയും പിൻബലം കൂടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് അദ്ദേഹത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമായി മാറുകയും ചെയ്തു. സൈബർ ലോകത്തെ ഇടത് സൈനികർ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ പലവഴി ശ്രമിച്ചിട്ടും അദ്ദേഹം തൻ്റെ പക്വതയാർന്ന പെരുമാറ്റവും അതുപോലെ നർമ്മം കലർന്ന മറുപടികളും കൊണ്ട് അദ്ദേഹം അവരെയെല്ലാം നിശബ്ദരാക്കുന്ന സാഹചര്യമുണ്ടായി. വായനയെ അങ്ങേറ്റം പ്രണയിക്കുന്ന സതീശൻ ഒരു പുസ്തകപ്പുഴുവായി രാഷ്ട്രീയക്കാരൻ എന്നാണ് പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത്. ഒരു രാഷ്ട്രീയക്കാരന് അറിവ് എത്രത്തോളം പ്രധാനമാണെന്ന് അദ്ദേഹം തൻ്റെ ജീവിത ശൈലിയിലൂടെ ലോകത്തിന് കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. 2025 താൻ വായിച്ചു തീർത്ത 60ഓളം വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ പട്ടിക അദ്ദേഹം പുറത്തുവിട്ടപ്പോൾ കേരളം അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കി നിൽക്കുകയാണ് ചെയ്തിരുന്നത്. അഗാധമായ അറിവ് അദ്ദേഹത്തിന് സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനുള്ള അത്ഭുതകരമായ കരുത്തു നൽകുകയും ചെയ്തു. ഈ അറിവും തന്ത്രങ്ങളും കൈമുതലാക്കിയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് പുതിയൊരു വികസന മാതൃക കൂടിയാണ്. മതേതരത്വവും പരിസ്ഥിതി ബോധവും അഗാധമായ അറിവും സമ്മാനിക്കുന്ന ഒരു സുതാര്യമായ ഭരണകാലം സതീശൻ സമ്മാനിക്കുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പഴയ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ നേതൃത്വ ശബ്ദമായി അദ്ദേഹം മാറുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുത്തൻ വസന്തകാലത്തിൻ്റെ തുടക്കമായി മാറുക കൂടിയാണ്. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാനും അസാധ്യമായതിനെ നിശബ്ദമായി സാധ്യമാക്കാനും തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ഈ പടനായകൻ ഇനി കേരളത്തെ പുതിയൊരു സുവർണ യുഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് സതീശൻ്റെ കാലമാണ്. നീതിയുടെയും പുരോഗതിയുടെയും വായനയുടെയും കാലം. 6ാം വട്ടവും പരവൂരിൽ നിന്ന് വിജയിച്ച് വന്ന ആ നായകൻ ഇപ്പോൾ കേരളത്തിൻ്റെ ഹൃദയമാണ് ഭരിക്കുന്നത്. കേരളം നേരിടുന്ന സാമ്പത്തികവും സാമൂഹികമായ സങ്കീർണങ്ങളെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ വ്യക്തമായൊരു ഭൂപടവുമുണ്ട്. മുൻകാലങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കാതെ യുവത്വത്തിൻ്റെ പ്രസരിപ്പും അനുഭവ സമ്പത്തിൻ്റെ ഗൗരവം ഒന്നിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് ആശ്വാസകരം കൂടിയാണ്. വരാനിരിക്കുന്ന കാലം സതീശൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. ഈ മാറ്റം വെറുമൊരു ഭരണമാറ്റമല്ല, മറിച്ച് ചിന്താഗതിയിലെ വിപ്ലവകരമായ മാറ്റം കൂടിയാണ്. ജനങ്ങളെ വെറും വോട്ട് ബാങ്കുകളായി കാണുന്നതിനെല്ലാം പകരം ഭരണത്തിൽ പങ്കാളികളാക്കുന്ന ഒരു പുതിയ ശൈലി സതീശൻ ആവിഷ്കരിക്കുന്നെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങൾ തന്നെ ഭരണത്തിലും പ്രതിഫലിക്കുമ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നായി മാറുകയും ചെയ്യും. സ്ത്രീ സുരക്ഷ, പരിസ്ഥിതി സംരക്ഷണം, വിദ്യാഭ്യാസ പരിഷ്കരണം തുടങ്ങിയ മേഖലകളിലെ സതീശൻ്റെ കാഴ്ചപ്പാടുകൾ വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. തൻ്റെ പ്രഖ്യാപനം പോലെ 100ൽ പരം സീറ്റുകൾ നേടി മുന്നണിയെ അധികാരത്തിലെത്തിച്ച ആ ആത്മവിശ്വാസം വരും ഭരണവർഷങ്ങളിലും അദ്ദേഹം ഊർജ്ജമാക്കുകയും ചെയ്യും. സതീശൻ എന്ന നേതാവ് ഇന്ന് കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് മാറ്റത്തിന് വേണ്ടി കുതിച്ച ഒരു ജനതയുടെ പ്രതീക്ഷയും പ്രതീകവും കൂടിയാണ്. ആ പ്രതീക്ഷകളെ ഹനിക്കാതെ കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമായി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നിമിഷം ഫോക്കസ് ന്യൂസ് ടിവിയും ആശംസിക്കുകയാണ്. ചരിത്രം സതീശനെ അടയാളപ്പെടുത്തുന്നത് ഒരു മികച്ച പോരാളിയെ മാത്രമല്ല, മറിച്ച് തൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സർവവും സമർപ്പിച്ച ഒരു യഥാർത്ഥ ജനനായകനായി കൂടിയായിരിക്കും. വനവാസത്തിന് പോകാതെ വികസനത്തിൻ്റെ കൊടുമുടികളിലേക്ക് അദ്ദേഹം കേരളത്തെ നയിക്കുമെന്ന് നമുക്കും പ്രത്യാശിക്കാം. കേരളം ഇപ്പോൾ സതീശൻ എന്ന നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസം വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമായി മാറുകയും ചെയ്യും.